നമ്മൾ ഇത്രയും ദിവസമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന 1 യോഹന്നാൻ 2:15, 16, 17 വാക്യങ്ങളിൽ നിന്നാണ്. അതിൽ അവസാനത്തെ ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ലോകമയത്തം അപകടകരമാകുന്നത്, അല്ലെങ്കിൽ ലോകമയത്തത്തിന് അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഈ ലോകമയത്തം എന്നുള്ള പാപത്തിൽ നിന്ന് ആരും ഒഴിവുള്ളവരല്ല. നമുക്കറിയാം, ഈ 1 യോഹന്നാൻ 2:12 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ ആരെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതെന്ന്. അതിനുള്ളിൽ കുഞ്ഞുങ്ങളുണ്ട്, ബാല്യക്കാരുണ്ട്, യങ്സ്റ്റേഴ്സ് ഉണ്ട്, പിതാക്കന്മാരുണ്ട്. അപ്പം എല്ലാ ഏജിലും ഈ ലോകമയത്വം എന്നുള്ള പാപം പിടിമുറുക്കാനായിട്ട് എന്താ പറയുക, അത്രയും സ്ട്രോങ് ആയൊരു പാപമാണ്. ആരെയും പിടിക്കാൻ പറ്റുന്ന ഒരു പാപമാണ് ഈ ലോകമയത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ അപകടകരമായിട്ടുള്ളൊരു പാപമാണ്. നമുക്ക് ആരുടെ ഉള്ളിലോട്ടും, അത് യങ്സ്റ്റേഴ്സിൻ്റെ ഉള്ളിലോട്ടും മാത്രമല്ല, മുതിർന്നവരുടെ ഉള്ളിലോട്ടും, പ്രായമായവരുടെ ഉള്ളിലോട്ടും, സഹോദരിമാരുടെയും സഹോദരന്മാരുടെ ഉള്ളിലോട്ടും, കുഞ്ഞുങ്ങളുടെ ഉള്ളിലോട്ടും വരെ കടന്നു വരാവുന്നൊരു പാപമായതുകൊണ്ട് ഇത് വളരെ അപകടം നിറഞ്ഞൊരു പാപമാണ്. ഒട്ടുമുക്കാൽ ദൈവമക്കളും ഈ പാപത്തിൻ്റെ പിടിയിൽ പെടാറുമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ഇത് അത്ര വലിയൊരു പാപമായതുകൊണ്ടാണ് ഈ ലോകമയത്വം അപകടകരമാണ് എന്ന് പറയാനുള്ള കാരണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, മനുഷ്യ ചരിത്രത്തിൽ ആദ്യത്തെ പരീക്ഷ നേരിടുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഹവ്വയാണ്, അല്ലേ? അപ്പം ഹവ്വ ഈ 3 മേഖലകളിലും ഹവ്വ പരീക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ഇപ്പം ഉൽപ്പത്തി 3:6 നമ്മൾ ചിന്തിക്കുമ്പം ആ പഴം പറിച്ചു തിന്നുന്ന സമയത്ത് എന്താണ് കാണുന്നത്? തിന്നുവാൻ നല്ലതാണ്. എന്താണ്? ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ് ആണ്. കാണുവാൻ ഭംഗിയുള്ളതാണ്. ലസ്റ്റ് ഓഫ് ദ ഐസ്. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമായിട്ടുള്ള കാര്യമാണ് പ്രൈഡ് ഓഫ് ലൈഫ്. അപ്പോൾ ഈ 3 പാപത്താലും പരീക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് ഹവ്വ എന്ന് പറയുന്നത്. കർത്താവിനെ സാത്താൻ പരീക്ഷിക്കാനായിട്ട് 40 ദിവസം ഉപവാസം കഴിഞ്ഞ് വരുന്ന സമയത്ത്, കർത്താവിനെ പരീക്ഷിക്കാൻ സാത്താൻ വരുമ്പോൾ ഈ 3 കാര്യങ്ങൾ വെച്ച് തന്നെയാണ് കർത്താവിനെയും സാത്താൻ പരീക്ഷിക്കാനായിട്ട് അടുത്തോട്ട് ചെന്നത്. അപ്പം ഇത് നമ്മൾ ചിന്തിക്കും, വളരെ അപകടം നിറഞ്ഞ ഒരു പാപമാണ് ഈ ലോകമയത്വം, ലോകത്തോടുള്ള സ്നേഹം എന്ന് പറയുന്ന കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലോകമയത്വം പിതാവിൻ്റെ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് വളരെയേറെ അപകടകരമായിട്ടിരിക്കുന്നത്. ലോകത്തോട് അനുരൂപരായിട്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കഴിയില്ല. ലോകത്തെ സ്നേഹിക്കുന്നവൻ ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. ലോകത്തെ വെറുത്ത് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് പിതാവിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്വയം ശോധന ചെയ്ത് ലോകമോഹങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. ഈ ലോകമോഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ കരയുക തന്നെ വേണം. ലോകമോഹം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ഒരിക്കലും ദൈവഹിതത്തിന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. അപ്പം ലോകമയത്വത്തെ നമ്മൾ വിട്ടുകളയാനായിട്ട് ശ്രമിക്കുക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.